ക്രോഷയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളർ ചേഞ്ചിങ് വർക്കാണ്, അല്ലെങ്കിൽ ഒരു കളർ വർക്കാണ് ഈ ഒരു ടാപ്പസ്ട്രി ക്രോഷേ എന്ന് പറയുന്ന സംഭവം. പിക്സൽ ഗ്രിഡ്സ് ആണ് കൂടുതലും ഈ ടാപ്പസ്ട്രി ക്രോഷയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ചാർട്ട്സ് ടൈപ്പും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് കംഫർട്ടബിൾ പിക്സൽ ഗ്രിഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചിരിക്കും. പിന്നെ പാറ്റേണിൽ തന്നിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് 2 അതിൽ കൂടുതലോ കളറുള്ള യാണാണ് നമുക്ക് വേണ്ടത്. വെറുതെ യാണാണ് കൂടുതലും ഈ ഒരു കളർ വർക്കിനെല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മുടെ ടാപ്പസ്ട്രി ക്രോഷയിലായാലും അത് തന്നെയാണ് അവസ്ഥ. കോട്ടണും അല്ലെങ്കിൽ കോട്ടൺ ബ്ലെൻഡൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഫൈബേഴ്സാണ് ഫോർ ടാപ്പസ്ട്രി ക്രോഷ. അക്രിലിക് ചെയ്യാൻ പാടില്ല എന്നവർ പറയുന്നൊന്നുമില്ല, നമുക്ക് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ഡെഫിനേഷൻ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് അക്രിലിക്കിൽ കിട്ടാനുള്ള സാധ്യത ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് കുറവാണ്. ഒരു കളറിൽ നിന്ന് അടുത്ത കളറിലേക്ക് ചേഞ്ച് ആവുമ്പോൾ യാണ് നമ്മളിവിടെ കട്ട് ചെയ്യണതിന് പകരം യാണ് അതിൻ്റെ കൂടെ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടിയായിരിക്കും ഈ ഒരു പ്രോജക്ട്സിനെല്ലാം. ഒരു സ്ട്രാൻഡ് യാണ് യൂസ് ചെയ്യുന്നതും 2 സ്ട്രാൻഡ്സ് ഓഫ് യാണ് യൂസ് ചെയ്യുന്നതും തമ്മിൽ തിക്നെസ്സിൽ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കണേ. നമ്മൾ ഒരേ സമയം 2 യാണും ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു തിക്നെസ് ആഡ് ആവുന്നുണ്ട്. കുറച്ചുകൂടി സ്റ്റിഫായിട്ടുള്ള പ്രോജക്റ്റിന് എപ്പോഴും ഇത് ഹെൽപ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു എന്താണ് ഷേപ്പ് എന്നുള്ളത് കാണാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അത്രയധികം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ടാപ്പസ്ട്രി ക്രോഷേ ആയതുകൊണ്ട്. ഇതിലുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണെന്നറിയോ? 2 യാണാണ് ഒരേ സമയം നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യാണിൻ്റെ പുറകുവശത്തായിരിക്കും മറ്റേ യാണ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. പിൻവശത്തുള്ള യാൺ മര്യാദക്കെല്ലാം നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിൽ അത് പുറത്തോട്ട് പൊന്തി നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാണേണ്ട കളർ കണ്ടില്ലെങ്കിൽ ആ ഒരു പാറ്റേണിൻ്റെ ഭംഗി തന്നെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ശ്രദ്ധിച്ച് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെ നമ്മൾ പിൻവശത്തുള്ള യാൺ ഒരിക്കലും മുൻവശത്തേക്ക് പൊന്തി വരാതിരിക്കാനും, അത് കാണാൻ പാടില്ല, കാണാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കാണാനും പാടില്ല. അതിനനുസരിച്ച് ടെൻഷൻ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മളത് വർക്ക് ചെയ്യാനായിട്ട്. ഈ കളർ ടെക്നിക്ക് തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്ത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റിഫായിട്ടുള്ള പ്രോജക്റ്റാണ് വേണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദിസ് ഇസ് ഗുഡ്. അതേസമയം അത്ര സ്റ്റിഫ്നെസ് വേണ്ട എന്നുള്ള പ്രോജക്റ്റിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപകാരപ്പെടില്ല. നമ്മുടെ യാൺ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പക്കൽ ഒരു സ്കെയിലുള്ളൂ, അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. പക്ഷേ ഒരേ സമയം 2 യാണാണ് നമ്മൾ ക്യാരി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു യാണിൻ്റെ കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് വേണം തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ പ്രോജക്റ്റ് പകുതി വെച്ച് നിന്നു പോകും. പിന്നെ പുതിയ യാണ് നിങ്ങൾ വാങ്ങിച്ച് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. കൂടുതൽ കളർ ചേഞ്ചിങ്സ് ഒക്കെ വരുന്ന പ്രോജക്റ്റിൽ ഇങ്ങനെ യാൺ കട്ട് ചെയ്ത് മാറ്റായിട്ട് പുതിയ കളർ ജോയിൻ ചെയ്യുന്നതിന് അത്രയധികം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇപ്പം ചില ചാർട്ട്സിൽ കൂടുതൽ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ളിടത്ത് നമ്മളെപ്പോഴും യാൺ കട്ട് ചെയ്ത് അടുത്ത യാൺ ജോയിൻ ചെയ്യുന്നതിനേക്കാളും നമുക്ക് അത്ര ഒരു ക്ഷമയില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള കളർ ടെക്നിക്സിൽ നമ്മൾ ഈ യാൺസ് ഒന്നില്ലെങ്കിൽ ബോബിൻസിൽ വെക്കും, അല്ലെങ്കിൽ യാൺ കട്ട് ചെയ്ത് ലാസ്റ്റ് നമ്മൾ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻ പിടിച്ച പരിപാടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ, കളർ ചേഞ്ചിങ് ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ടാപ്പസ്ട്രി ക്രോഷേ. എനിക്ക് കളർ ചേഞ്ചിങ് പഠിക്കണമെന്നുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ടാപ്പസ്ട്രി ക്രോഷേ തന്നെയാണ്. കുറേയധികം യാൺ മാനേജ് ചെയ്യാൻ നിങ്ങൾ പാടുപെടാണ്. അധികം കോംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം യാൺ ഉണ്ട് താനും ഒരു കളർ വർക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. നല്ല സ്റ്റിഫായിട്ടുള്ള പ്രോജക്റ്റുമാണ് വേണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. So that's all about tapestry crochet.